നമസ്കാരം. ക്രിസ്മസ് പോലുള്ള മതപരമായ ആഘോഷങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ വിട്ടുനിൽക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മതവും പാരമ്പര്യവും സംരക്ഷിക്കാൻ ആഘോഷത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് കടയുടമകളോടും ഷോപ്പിംഗ് മാൾ നടത്തിപ്പുകാരോടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും സംഘടന ആവശ്യപ്പെട്ടത്. ഇന്ത്യയുടെ ആത്മാവ് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ സെക്യുലറിസം തന്നെയാണ്. മതം മനുഷ്യനെ വിഭജിക്കാനുള്ള ആയുധമല്ല, മനുഷ്യനെ മനുഷ്യനായി ചേർത്ത് നിർത്താനുള്ള ആത്മീയ വഴികാട്ടിയാണെന്ന ബോധത്തിലാണ് ഈ രാജ്യം രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മതമില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മതവിരുദ്ധതയല്ല, മതനിരപേക്ഷതയാണ്. ഓരോ പൗരനും തന്റെ വിശ്വാസം സ്വതന്ത്രമായി ആചരിക്കാനും മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശം ഇന്ത്യ ഉറപ്പു നൽകുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറെക്കാലമായി സംഘടിത മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മറ്റു വിശ്വാസങ്ങളുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നത് അവയ്ക്ക് സമൂഹത്തിൽ സ്വീകാര്യത നൽകുമെന്നും BHP ഇന്ദ്രപ്രസ്ഥ പ്രവിശ്യ മന്ത്രി സുരേന്ദ്ര ഗുപ്ത ഡിസംബർ 13 എഴുതിയ കത്തിലാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഹിന്ദുക്കളോട് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരമൊരു രാജ്യത്ത് ക്രിസ്മസിന് ഹിന്ദുക്കളുടെ കടകൾ അലങ്കരിക്കരുത്, അത്തരം കടകളിൽ നിന്ന് സാധനം വാങ്ങരുത്, ആഘോഷങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ വിട്ടുനിൽക്കണം എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉയരുന്നത് അത്യന്തം അപകടകരമായ സാമൂഹിക സന്ദേശമാണ് നൽകുന്നത്. ഇതൊരു മതത്തിന്റെ സംരക്ഷണമല്ല, മറിച്ച് ഇന്ത്യയുടെ സാമൂഹിക ഐക്യത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്ന സമീപനമാണെന്ന് പറയേണ്ടി വരും. മതത്തിന്റെ പേരിൽ സാമ്പത്തിക ബഹിഷ്കരണവും സാമൂഹിക വേർതിരിവും പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തും അംഗീകരിക്കാനാവില്ല. ക്രിസ്മസ് ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ മാത്രം ഉത്സവം എന്ന നിലയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ദീപാവലി പോലെ, ഓണം പോലെ, ഈദ് പോലെ ക്രിസ്മസും ഇന്ത്യയിൽ സാംസ്കാരികമായി പങ്കിട്ട ആഘോഷം തന്നെയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ആഘോഷിക്കുന്ന, പരസ്പരം സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഇന്ത്യയുടെ പ്രത്യേകത. കടകൾ അലങ്കരിക്കുന്നത് ഒരു മതപരിവർത്തനമല്ല, അത് ഉപഭോക്തൃ സൗഹൃദവും സാംസ്കാരിക തുറന്ന മനസ്സുമാണ്. വാണിജ്യ നേട്ടങ്ങൾക്കായി ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ് തുടങ്ങിയവ കൊണ്ട് ഹിന്ദുക്കൾ തങ്ങളുടെ കടകൾ അലങ്കരിക്കുന്നത് സാംസ്കാരിക ആശയക്കുഴപ്പവും സ്വയം അവഹേളനവും പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും BHP ചൂണ്ടിക്കാട്ടി. ഇത്തരം കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുതെന്നും സംഘടന നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കുകയോ ഹാപ്പി ക്രിസ്മസ് അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്ന ഷോപ്പിംഗ് മാളുകളുടെയും സ്കൂളുകളുടെയും മാനേജ്മെന്റിന് തങ്ങൾ കത്തയക്കുമെന്ന് BHP അറിയിച്ചു. സംഘർഷമോ ശത്രുതയോ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ അല്ല ഇതെന്നും സമാധാനപരമായ സാംസ്കാരിക ഉണർവ് വളർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും BHP നേതാക്കൾ പറയുന്നു. ഇന്ത്യൻ ഭരണഘടന വ്യക്തമായി പറയുന്നത് രാജ്യം ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുകയോ എതിർക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി. ഈ തത്വം തകർക്കാൻ ശ്രമിക്കുന്ന ഏത് വാദവും ഏത് സംഘടനയും ഇന്ത്യയുടെ ഭരണഘടനാപരമായ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. മതത്തിന്റെ പേരിൽ വിലക്കുകൾ ഏർപ്പെടുത്തുന്നത് തീവ്രവാദ ചിന്തയുടെ ലക്ഷണമാണ്. അത് ഏത് മതത്തിന്റെ പേരിലായാലും ശരി. ഇന്ത്യയുടെ ചരിത്രം തന്നെ ഇതിന് ശക്തമായ മറുപടിയാണ്. ഈ മണ്ണിൽ ബുദ്ധനും മഹാവീരനും ഗുരുനാനാക്കും കബീറും ഗാന്ധിയും ജീവിച്ചു എന്നത് സഹിഷ്ണുതയുടെ ഈ സന്ദേശം പകർന്നുകൊണ്ടാണ്. സർവധർമ്മ സമഭാവം എന്ന ആശയം വെറും മുദ്രാവാക്യമല്ല, അത് ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. ഒരാളുടെ വിശ്വാസം മറ്റൊരാളുടെ ആഘോഷത്തിന് തടസ്സമാകരുത്. ഇതാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ മൂല്യം. ഇത്തരത്തിലുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങൾ സാമ്പത്തികമായും അപകടകരമാണ്. ചെറുകിട വ്യാപാരികൾ, കടക്കാർ, തൊഴിലാളികൾ ഇവർക്ക് മതമില്ല, പക്ഷേ വിശപ്പുണ്ട്. ഉത്സവകാലത്ത് വ്യാപാരം വർദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് ജീവിക്കുകയാണ് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ. മതത്തിന്റെ പേരിൽ ഒന്നും വാങ്ങരുതെന്ന ആഹ്വാനം നേരിട്ട് ആക്രമിക്കുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തെ കൂടിയാണ്. ഇതൊരു മതസേവനമല്ല, സാമൂഹിക അനീതിയാണ് എന്ന് പറയേണ്ടി വരും. ഇതിലും വലിയ പ്രശ്നം ഇത്തരം പ്രസ്താവനകൾ യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശമാണ്. മതം വേർതിരിവിനും വെറുപ്പിനും വേണ്ടിയുള്ളതാണെന്ന തെറ്റായ ബോധം വളർത്തുകയാണ് ഇതിലൂടെ നടക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടത് മതത്തിന്റെ പേരിലുള്ള മതിൽക്കെട്ടുകളല്ല, മനുഷ്യന്റെ പേരിലുള്ള ഐക്യം തന്നെയാണ്. ഇന്ത്യയിൽ ഹിന്ദുവായും മുസ്ലിമായും ക്രിസ്ത്യാനിയായും ജീവിക്കാൻ ഭരണഘടന അനുവാദം തരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ജീവിക്കാൻ ഒരേ ഒരു നിർബന്ധമുണ്ട്, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കണം എന്നുള്ളത്. അതാണ് യഥാർത്ഥ ദേശസ്നേഹം. ഇത്തരം വിഭജനവാദങ്ങൾക്ക് ഇന്ത്യ ശക്തമായ മറുപടി നൽകുകയാണ് വേണ്ടത്. മതത്തിന്റെ പേരിൽ ബഹിഷ്കരണം ആഹ്വാനം ചെയ്യുന്നവർ ഇന്ത്യയെ സംരക്ഷിക്കുന്നില്ല, അവർ ഇന്ത്യയെ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യക്ക് ഒരു മതമില്ല, ഇന്ത്യക്ക് ഒരു ഭരണഘടനയും ജനതയും ഒരു മാനവികത ആത്മാവും മാത്രമാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും ഉത്തരവാദിത്വവുമാണ്.